ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT പ്ലസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 10ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂഷനാണ്. അപ്പോൾ പഴയ പാർട്സ് കണ്ടാൽ മാത്രമേ ഉള്ളൂ പുതിയതായിട്ടുള്ള ടോപ്പിക്സ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് 1830 to 1848 ആണ് ടോപ്പിക്ക്. ഓക്കെ. As conservative regimes tried to consolidate their power, liberalism and nationalism came to be increasingly associated with the revolution in many regions of Europe, such as Italian and German state, the provinces of the Ottoman Empire, and Ireland and Poland. അപ്പോൾ കൺസർവേറ്റീവ് കൺസർവേറ്റീവ്സിനെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺസർവേറ്റീവ് അതിലുള്ള ആ പദവിയിലുള്ള ആൾക്കാർ കുറച്ചും കൂടെ പവറും അതുപോലെ തന്നെ നാഷണലിസം ലിബറലിസം കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ട് അവർ ഒരുപാട് രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്പ്, ഇറ്റാലിയൻ, ജർമ്മൻ സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നൊരു റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഏകദേശമൊക്കെ. സോ ഇതിൽ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നുണ്ട്. ഈ ഓട്ടോമാൻ എംപയർ എന്ന് പറയുമ്പോൾ ഈ എംപയർ അല്ലെങ്കിൽ ഈ ഒരു എംപയർ ഇത് ഭരിച്ചിരുന്നത് ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഓട്ടോമാൻ എംപയർ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അത് മുസ്ലിം എംപയർ, അതായത് മുസ്ലിം ആൾക്കാർ കൂടുതൽ ഉള്ള അതിൽ ഭരിച്ചിരുന്ന ഒരു എംപയർ ആയിരുന്നു ഓട്ടോമാൻ എംപയർ. അപ്പോൾ അയർലൻഡും പോളണ്ടൊക്കെ ആയിരുന്നു വേറെ സ്റ്റേറ്റ്സ്. ദീസ് റെവല്യൂഷൻസ് were led by the liberal nationalists belonging to the educated middle class elite. Among them were professors, school teachers, clerks and members of the commercial middle class. അപ്പോൾ ഈ ഒരു ഇതൊക്കെ നയിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ റെവല്യൂഷൻസൊക്കെ ലെഡ് ചെയ്തത് നയിച്ചുകൊണ്ടിരുന്നത് ഏകദേശം മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആണ്. അവരിൽ ഒരുപാട് പ്രൊഫസേഴ്സ് ഉണ്ട്, സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, ക്ലർക്കുമാരുണ്ട്, അതുപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ്സസിൻ്റെ മെമ്പേഴ്സൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ അവർ കുറച്ചും കൂടെ എന്തായിരുന്നു, ലിറ്ററേറ്റ് ആയിരുന്നു. കുറച്ചും കൂടെ അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ദ ഫസ്റ്റ് അപ്ഹീൽ took place in the France in July 1830. The Bourbon kings, who had been restored to the power during the conservative reaction after 1815, were now overthrown by the liberal revolutionaries who installed a constitutional monarchy with the Louis Philippe at its head. When France sneezes, the Metternich once remarked, the rest of the Europe catches cold. The July Revolution sparked uprising in Brussels, which led to Belgium breaking away from the United Kingdom of Netherlands. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1830 തന്നെ ഈ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ റിവോൾട്ട്, അപ്പീൽ എന്നൊക്കെ വെച്ചാൽ അതാണ് ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലാണ് അർത്ഥം. അപ്പോൾ 1813 ജൂലൈയിൽ തൊട്ട് തന്നെ ഏകദേശം ഒരു അപ്പീൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ ബോർബോൺ കിങ്സൊക്കെ അവരുടെ പവറൊക്കെ അവർക്ക് ഓൾറെഡി 1815 കൺസർവേറ്റീവ് റിയാക്ഷൻസിൽ അവരുടെ പദവിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഈ ലിബറൽ റെവല്യൂഷണറീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി കാരണം കുറച്ചും കൂടെ അവർക്ക് പവർ റീസ്റ്റോർ ചെയ്യപ്പെട്ടു, അവർക്ക് പവർ വീണ്ടും തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ മെറ്റേർണിക്ക് പറയുന്നുണ്ട്, ഫ്രാൻസിന് തുമ്മൽ പിടിച്ചാൽ വെൻ ഫ്രാൻസ് സ്നീസസ് ഓൾ ദി റെസ്റ്റ് ഓഫ് ദി യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. കാരണം ഫ്രാൻസുമായി ബന്ധപ്പെട്ടാണ് ഒക്കെ. കാരണം ഫ്രാൻസാണ് കുറച്ചും കൂടെ മെയിൻ ആയിട്ടുള്ള ആൾ, ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിൻ്റെ ബാക്കിയുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ കോൾഡ് ആകും, അവർക്കൊക്കെ ജലദോഷം ആകും എന്നാണ് പറയുന്നത്. അതായത് ഇവർ തുമ്മിയാൽ അവർക്ക് ഫുൾ കോൾഡ് ആവുന്നത്. അതായത് ഫ്രാൻസാണ് മെയിൻ ഡോമിനൻറ്റ് പവർ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റേർണിക് പ്രഭുവാണ് ഇത് പറഞ്ഞത്. മെറ്റേർണിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കാരണം മസീനിയുടെ കുറിച്ച് മെറ്റേർണിക്ക് പറഞ്ഞത് മസീനിയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്താണത്. ഓക്കെ. ആൻഡ് ഇവൻ ദാറ്റ് മൊബിലൈസ്ഡ് ദ നാഷണലിസ്റ്റ് ഫീലിംഗ്സ് എമംഗ് ദി എഡ്യൂക്കേറ്റഡ് എലൈറ്റ് അക്രോസ് ദ യൂറോപ്പ് വാസ് ദി ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു കുറച്ചും കൂടി നാഷണലിസ്റ്റ് ഫീലിംഗ് അവരിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗ്രീസ് ഹാഡ് ബീൻ ദ പാർട്ട് ഓഫ് ഒട്ടോമാൻ എംപയർ സിൻസ് ദ 15th century. The growth of revolutionary nationalism in Europe sparked off a struggle for independence among the Greeks, which began in 1821. The nationalists in the Greece got support from other Greeks living in exile and also many West Europeans who had sympathies for ancient Greek culture. Poets and the artisans lauded Greece as a cradle of European civilization and the mobilized public opinion to support its struggle against a Muslim empire. Okay. The English poet Lord Byron
organized funds and later went to fight in war where he died of fever in 1824. Finally, the Treaty of Constantinople of 1832 recognized the Greece as an independent nation. അപ്പോൾ ഇതിൽ ഗ്രീസിൻ്റെ കാര്യമാണ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ്. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഗ്രീക്ക് ആദ്യം ഒരു ഓട്ടോമൻ എംപയർ, നമ്മൾ പറഞ്ഞു ഓട്ടോമൻ എംപയർ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം എംപയറിൻ്റെ ഒരു പാർട്ടായിരുന്നു. 15th century മുതൽ 15th century മുതൽ ഓട്ടോമൻ എംപയറിൻ്റെ പാർട്ടായിരുന്നു ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഒരുപാട് റെവല്യൂഷണറി നാഷണലിസം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഗ്രീസിനെ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് 1821 തുടങ്ങി. അതിന് ശേഷം എന്ന് വെച്ചാൽ നാഷണലിസ്റ്റ് എല്ലാം കൂടെ ഗ്രീസിൽ നിന്ന് മാത്രമല്ല, അതായത് ഗ്രീസിൻ്റെ വേറെ സ്ഥലത്തു നിന്ന്, അതായത് എക്സൈലായിട്ടുള്ള കുറച്ച് ദൂരെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് മെയിനായിട്ട് വേണ്ടത് അവരുടെ ഗ്രീക്ക് കൾച്ചറിനെ കുറച്ചും കൂടെ പ്രിസർവ് ചെയ്യുക, അതായത് അവരുടെ രാജ്യത്തെ കുറച്ചും കൂടെ പ്രിസർവ് ചെയ്യാമെന്നായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളും പോയിറ്റ്സൊക്കെ പറഞ്ഞു ഗ്രീസ് എന്ന് പറയുന്നത് ക്രാഡിൽ ഓഫ് യൂറോപ്യൻ സിവിലൈസേഷൻ എന്നാണ്. അപ്പോൾ ഗ്രീസിനെ ക്രാഡിൽ ഓഫ് യൂറോപ്യൻ സിവിലൈസേഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ മെയിനായിട്ട് ഒരുപാട് മൗണ്ടെയിൻസും അതുപോലത്തെ അങ്ങനത്തെ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവർ മെയിനായിട്ട് അവരുടെ ഇൻകം അതുപോലത്തെ ഒക്കെ വന്നിരുന്നത് അവർ നാടുകളിലേക്ക് സഞ്ചരിച്ച് അവിടെ പ്രൊഡക്ട്സൊക്കെ സെല്ല് ചെയ്തിട്ടായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ഒരു റവന്യൂ, അങ്ങനെയായിരുന്നു അവർക്ക് റവന്യൂ കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീസിനെ എന്ന് പറയുന്നത് ഒരു സിവിലൈസേഷൻ്റെ ക്രാഡിൽ എന്ന് പറയുന്നത്, അതായത് യൂറോപ്യൻ സിവിലൈസേഷൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസായിരുന്നു. അപ്പം അതിന് ശേഷം ഈ മുസ്ലിം എംപയർ, അതായത് അവരുടെ മുസ്ലിം ഓട്ടോമൻ എംപയറിൻ്റെ പാർട്ടായിരുന്നല്ലോ, അവർക്കെതിരെ സ്ട്രഗിൾ ചെയ്തു. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഒരു പോയിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോർഡ് ബൈറോ എന്നാണ് പോയിറ്റിൻ്റെ പേര്. അദ്ദേഹം ഒരു വാറിലൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് 1826 അദ്ദേഹം മരിച്ച കാര്യം പറയുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ 1838 ഇൻട്രൊഡ്യൂസ് ആയത്. അങ്ങനെ എന്തായി ഗ്രീസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നാഷനായി. അപ്പോൾ ഈ ഗ്രീസിൻ്റെ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും അത് ഈ കോൺസെപ്റ്റ് എന്തായാലും പഠിച്ചിരിക്കണം. സോ മൂവിങ് ഓൺ ടു അവർ subheading, that is the romantic imagination and the national feeling. അപ്പോൾ റൊമാൻറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൊമാൻസ് സ്നേഹം എന്നുള്ള അർത്ഥം കൊണ്ടതല്ല കേട്ടോ. The development of the nationalism did not come only through the wars and territorial expansion. The culture played an important role in creating the idea of nation. Art and poetry, stories and music helped express and shape the nationalist feelings. അപ്പം ഒന്നാമതെന്ന് വെച്ചാൽ നാഷണലിസം അല്ലെങ്കിൽ ഈ ദേശീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിപെൻഡൻസിലേക്ക് എത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാർസൊന്നും അതുപോലെ തന്നെ കുറേ റെബലിയൻസ് റിവോൾട്ടൊന്നും അല്ല കിട്ടുന്നത്. മെയിനായിട്ട് വേറൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൾച്ചറായിരുന്നു. കൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. പിന്നെ ആ കൾച്ചറിൽ വരുന്നതാണ് ഈ ആർട്ടും പോയട്രിയും സ്റ്റോറീസും മ്യൂസിക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനൊരു മെയിനായിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു. നാഷൻ്റെ ഐഡിയ ഫോം ചെയ്യാനുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ let us look at romanticism, a cultural movement which sought to develop a particular form of nationalist sentiment. The romantic artists and poets generally criticized the glorification of reason and science and focused instead of emotions, intuitions and mystical feelings. Okay, so റൊമാൻറ്റിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് ഇമോഷൻസും ഫീലിങ്സിലൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ റൊമാൻറ്റിസം, അതായത് സയൻസും അതുപോലെ നേഷനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് റൊമാൻറ്റിസം എന്ന് പറയുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതിലെന്ന് വെച്ചാൽ their effort was to create a sense of shared collective heritage, a common cultural past as a basis of nation. അപ്പോൾ നാഷൻ്റെ ബേസിസ് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കൾച്ചറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്നതാണ് മെയിനായിട്ട് ഈ റൊമാൻറ്റിസത്തിൻ്റെ ഉദ്ദേശം. ഫീലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻറ്റ്യൂഷൻസ് ഇമോഷൻസിലൂടെയൊക്കെ തന്നെ നമ്മുടെ കൾച്ചറും സയൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിലൂടെയൊക്കെ നാഷണലിസ്റ്റ് ഫീലിങ്സ് കൊണ്ടുവരാമെന്നായിരുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരിത്. ഓക്കെ, അതർ റൊമാൻറ്റിക്സ് സച്ച് ആസ് അതായത് വേറെ ജർമ്മൻ ഫിലോസഫർ ഉണ്ടായിരുന്നു, ജോൺ ഗോഡ്ഫ്രൈഡ് ഹേർഡർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ക്ലെയിം ചെയ്തതെന്ന് വെച്ചാൽ ജർമ്മൻ കൾച്ചർ വാസ് ടു ബി ഡിസ്കവേർഡ് എമംഗ് ദി കോമൺ പീപ്പിൾ. അതായത് ജർമ്മൻ കൾച്ചർ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ കോമൺ പീപ്പിളിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതായത് ഡാസ് റോൾക്ക് എന്ന് പറയുമ്പോൾ കോമൺ പീപ്പിൾ എന്നർത്ഥം. ഇറ്റ് വാസ് ട്രൂ ഫോക്ക് സോങ്സ്, ഫോക്ക് പോയട്രി ആൻഡ് ഫോക്ക് ഡാൻസസ് ദാറ്റ് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ദ നാഷൻ വാസ് പോപ്പുലറൈസ്ഡ്. അപ്പോൾ കോമൺ പീപ്പിളിൽ മാത്രമേ നമുക്ക് നാഷണലിസ്റ്റ് എന്ന ഐഡിയ കിട്ടുള്ളൂ. അപ്പം പോയട്രിന്നും ഫോക്ക് സോങ്സെന്നും ഫോക്ക് ഡാൻസെന്നൊക്കെയാണ് ഇതിൽ മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കളക്ടിങ് ആൻഡ് റെക്കോർഡിങ് ദീസ് ഫോം ഓഫ് ഫോക്ക് കൾച്ചർ വാസ് എസെൻഷ്യൽ ടു ദ പ്രൊജക്ട് ഓഫ് നാഷണൽ ബിൽഡിംഗ്. അപ്പോൾ
നമ്മുടെ നേഷനെ, അതായത് നമ്മുടെ രാജ്യത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ പോയവും അതുപോലെ തന്നെ ഡാൻസും സോങ്സൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളത് വേറൊരു ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, the emphasis on vernacular language and the collection of local folklore was not such to recover an ancient national spirit, but also to carry the modern nationalist message to large audiences who were mostly illiterate. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ഒരുപാട് പേര്. ഇപ്പം നമ്മൾ പറഞ്ഞു മിഡിൽ ക്ലാസ് മാൻസ് മാത്രമായിരുന്നു അതിൽ കൂടുതലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞത്. പക്ഷെ ഒരുപാട് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരിലേക്ക് ഈ നാഷണലിൻ്റെ സ്പിരിറ്റ് കൊണ്ടുവരാൻ, അതായത് ദേശീയ സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടെ ഇങ്ങനത്തെ വെർനാക്കുലർ ലാംഗ്വേജ്, അതായത് കോമൺ ലാംഗ്വേജ്, കോമൺ ഡയലക്റ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഫോക്ക് സോങ്സ്, ഫോക്ക് ഡാൻസ് ഇതിലൂടെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും എന്നിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമായിരുന്നു ഇതിൽ. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളിലെ കുറച്ചും കൂടെ എന്താകും, ബോധവൽക്കരാക്കും. ഓക്കെ, അവെയർ ചെയ്യും. ഓക്കെ, this was especially so in case of Poland, which has been partitioned at the end of 18th century by the great powers Russia, Prussia and Austria. Even though the Poland no longer existed as an independent territory, the national feelings were kept alive through the music and language. Okay, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് ലാംഗ്വേജിലൂടെയും ആർട്സിലൂടെയും മ്യൂസിക്കിലൂടെയൊക്കെ നമ്മൾ നാഷണലിസം കൊണ്ടുവരുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് പോളണ്ടിൻ്റെ കേസാണ്. അപ്പോൾ പോളണ്ട് എന്ന് പറയുമ്പോൾ 18th സെഞ്ച്വറി ആയപ്പോൾ തന്നെ പാർട്ടീഷനായിട്ട്, അതായത് റഷ്യയും പ്രഷ്യയും ഓസ്ട്രിയയൊക്കെ കാരണം അവർ പാർട്ടീഷനായിപ്പോയി. ഇതിന് ശേഷം ഇവർ പോളണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ടെറിട്ടറി ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു, നാഷണൽ ഫീലിങ്സ് ഉണ്ടായിരുന്നു. കാരണം ഇവർ ഈ മ്യൂസിക്കും അതുപോലെ തന്നെ ലാംഗ്വേജൊക്കെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവരുടെ ഇടയിൽ നാഷണൽ ഫീലിങ്സ് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അപ്പോൾ കരോൾ കുർപ്പിൻസ്കി എന്നൊരു ഒരാളെ പറ്റി പറയുന്നുണ്ട്, കരോൾ കുർപ്പിൻസ്കി. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, കരോൾ കുർപ്പിൻസ്കി celebrated the national struggle through his operas and musics, turning folk dances like Polonaise and Mazurka into nationalist symbols. അപ്പോൾ പൊളനൈസ് ആൻഡ് മസൂർക്ക എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഉള്ള ഒരു കൾച്ചറായിട്ടുള്ള പ്രാക്ടീസസ് ആയിരുന്നു, അതായത് ഡാൻസാണ് തോന്നുന്നു പൊളനൈസ് ആൻഡ് മസൂർക്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കരോൾ കുർപ്പിൻസ്കി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ നാഷണൽ സ്ട്രഗിൾ അദ്ദേഹത്തിൻ്റെ ഒപ്പറാസ്, അതായത് ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് ഒപ്പറാസിലൂടെ മ്യൂസിക്കിലൂടെയൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നാഷണൽ സിമ്പിളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് അടുത്ത ലാംഗ്വേജിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആർട്സിനെയും കൾച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ലാംഗ്വേജ് എങ്ങനെയാണ് നാഷണലിസ്റ്റ് ഫീലിങ്സ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. Language too played an important role in developing nationalist sentiments. After Russian occupation, the Polish language was forced out of school and the Russian language was imposed everywhere. So ഈ റഷ്യൻ ഒക്കുപ്പേഷന് ശേഷം പോളിഷ് ലാംഗ്വേജ് എന്ത് ചെയ്തു, സ്കൂളിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ മെയിനായിട്ട് ഡോമിനൻ്റ് ആയി നിന്നത് ആയിരുന്നു റഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ റഷ്യൻ ലാംഗ്വേജ് എല്ലാവരിലും ഇങ്ങനെ ഇമ്പോസ് ചെയ്തു, അടിച്ചമർത്തപ്പെട്ടു. സോ 1831 ഒരു ആംഡ് റെബല്ലിയൻ അഗെയിൻസ്റ്റ് റഷ്യൻ റൂൾ ടുക്ക് പ്ലേസ് വിത്ത് അൾട്ടിമേറ്റ്ലി ക്രഷ്ഡ്. ഫോളോയിങ് ദിസ് മെനി മെമ്പേഴ്സ് ഓഫ് ദ ക്ലർജി ആൻഡ് പോളണ്ട് ബിഗാൻ ടു യൂസ് എ ലാംഗ്വേജ് ആസ് എ വെപ്പൺ ഓഫ് നാഷണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവർക്കെതിരെ, റഷ്യൻക്കെതിരെ അവർ യുദ്ധം ചെയ്തതിന് ശേഷം ഒരുപാട് ക്ലർജിമാർ, അതായത് ഒരുപാട് ക്ലർജിമാരെന്ന് ചോദിച്ചാൽ പ്രീസ്റ്റ്, അതായത് കുറച്ച് ക്രിസ്ത്യാനിറ്റിയിൽ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ക്ലർജിമാരെന്ന് പറയുന്നത്. അപ്പോൾ പോളണ്ടിലുള്ള ക്ലർജിമാരൊക്കെ അവരുടെ ലാംഗ്വേജ് അവർക്ക് സെൽഫ് റെസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് നമുക്ക് ആയുധം പോലെ തന്നെ, ആയുധം എന്നൊക്കെ പറയുന്നത് അതായത് കത്തി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സെൽഫ് റെസിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇവർ ഈ ക്ലർജിമാരൊക്കെ എന്ത് ചെയ്തു, അവിടുത്തെ ലാംഗ്വേജ്, അതായത് അവരുടെ ഭാഷ അവർ കുറച്ച് സെൽഫ് റെസിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പം പോളിഷ് ലാംഗ്വേജ് ആയിരുന്നു അന്നത്തെ ഈ സാംസ്കാരികമായിട്ടുള്ള, അതായത് മതപരമായിട്ടുള്ള ഈ ഗ്യാതറിങ്സും അതുപോലെ തന്നെ കൂതാശ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിന്നിരുന്നത്, ഗ്യാതറിങ്സിലും റിലീജിയസ് ഇൻസ്ട്രക്ഷനിലൊക്കെ മുന്നിട്ട് നിന്നിരുന്നത് പോളിഷ് ലാംഗ്വേജ് ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ബിഷപ്പുമാരും അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ മതപണ്ഡിതന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അവർ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്തു, പോളിഷ് ലാംഗ്വേജ് യൂസ് ചെയ്തു. അവിടെ നമ്മൾ പറഞ്ഞു റഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു ഇമ്പോസ് ചെയ്തിരുന്നത്. അപ്പോൾ അവരെന്താ സംഭവം കേസ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ദേ റെഫ്യൂസ്ഡ് ടു പ്രീച്ച് ഇൻ റഷ്യൻ. അപ്പോൾ റഷ്യൻ ഭാഷയിൽ സംസാരിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കാത്തതായിരുന്നു അവർ ജയിലിലാക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാരണം. ദ യൂസ് ഓഫ് പോളിഷ് കെയിം ടു ബി സീൻ ആസ് എ സിമ്പിൾ ഓഫ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് റഷ്യൻ ഡോമിനൻസ്. അപ്പോൾ ഇവരുടെ ഈ പോളിഷ് ലാംഗ്വേജ് നമ്മൾ സെൽഫ് റെസിസ്റ്റൻസ്, അവരുടെ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടായിരുന്നു ലാംഗ്വേജ് ആസ് റെസിസ്റ്റൻസിന് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റഷ്യൻ ഡോമിനൻസിനെതിരായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വലിയൊരു കാര്യമായിട്ട് അവർ പോളിഷ് ലാംഗ്വേജ് യൂസ് ചെയ്തു എന്നാണ് ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ്, അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആർട്ട്, മ്യൂസിക്, കൾച്ചർ, ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ് നാഷണൽ ഫീലിങ്സ്
ഇങ്ങനെ ഉൾക്കൊണ്ടതെന്നാണുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദറ്റ് ഇസ് സബ് ടോപ്പിക് 2, hunger, hardship and popular revolt. Okay, the 1830s were years of greater economic hardship in Europe. The first half of the 19th century saw an enormous increase in the population all over the Europe. In most of the countries there were many job seekers than employment. അപ്പം പട്ടിണി പരിവട്ടമൊക്കെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എക്കണോമിക് ഹാർഡ്ഷിപ്പ് യൂറോപ്പ് ഫേസ് ചെയ്തിരുന്നു ഇതിൽ 1830-കളിൽ. കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 19th സെഞ്ച്വറി ആയപ്പോൾ തന്നെ അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്താൽ എന്താണ്, കൂടുതൽ റിസോഴ്സസ് വേണം, അതുപോലെ തന്നെ റവന്യൂ വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജോലി വേണം, പിന്നെ ആവശ്യത്തിനുള്ള ജോബുകൾ വേണം, എന്നാൽ മാത്രമേ അവരുടേതായിട്ടുള്ള ഡെയിലി നീഡ്സൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായി ഇങ്ങനെ പോപ്പുലേഷൻ കൂടിയപ്പോൾ, അപ്പോൾ ജോബ് സീക്കേഴ്സ് കൂടി, എംപ്ലോയ്മെൻറ്റിനെക്കാളും കൂടുതൽ ജോലി ഇല്ലാത്ത അൺഎംപ്ലോയ്മെൻറ്റ് കൂടിപ്പോയി. അപ്പോൾ ദ പോപ്പുലേഷൻ ഫ്രം ദ റൂറൽ ഏരിയാസ് മൈഗ്രേറ്റഡ് ടു സിറ്റീസ് ടു ലിവ് ഇൻ ഓവർ ക്രൗഡഡ് സ്ലംസ്. അപ്പോൾ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ചേരികളിൽ, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നിറഞ്ഞു നിൽക്കുന്ന ചേരികളിലൊക്കെ ആൾക്കാർ ഈ ഗ്രാമങ്ങളിൽ നിന്നും സിറ്റീസിലേക്കൊക്കെ എന്ത് ചെയ്തു, പലായനം ചെയ്തു. So, the small producers in the town were often faced with a stiff competition from the imports of cheap machine-made goods from the England, where industrialization was more advanced than on the continent. Okay, so ഇംഗ്ലണ്ടിൽ നമുക്കറിയാം ഏകദേശം 19th സെഞ്ച്വറി 18th സെഞ്ച്വറി ഒക്കെ സമയത്താണ് ഇംഗ്ലണ്ടിൽ എന്ത് നടന്നത്, സിവിലൈസേഷൻ നടന്നിട്ട് അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കാര്യം, അപ്പോൾ ഇവിടെ ഇപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യങ്ങളൊക്കെ കൂടി, അപ്പോൾ ഡിമാൻഡ് കൂടി, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, ഒരുപാട് പേര് അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്തു, സിറ്റീസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഏതായിട്ടുള്ള ആളുകൾ തിങ്ങിക്കൂടിയ ചേരികളിൽ, അതായത് ഓവർ ക്രൗഡഡ് സ്ലമ്മിലൊക്കെ പോയിട്ട് താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഇവരിൽ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ അതായത് നമ്മൾ ചെറിയ ചെറിയ പ്രൊഡക്ട്സൊക്കെ വിറ്റുകൊണ്ടിരുന്ന മെർച്ചൻസിൽ പോലും കോമ്പറ്റീഷൻ വന്നു, അവരിൽ തന്നെ സ്റ്റിഫ് കോമ്പറ്റീഷൻ വന്നു. അവർക്ക് ഇതൊന്നും കളക്ട് ചെയ്യാനും പറ്റില്ല, കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. അതിൻ്റെ ഒരു കാരണമായിട്ടാണ്. ദിസ് വാസ് എസ്പെഷ്യലി സോ ഇൻ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ വിച്ച് വാസ് ക്യാരിഡ് ഔട്ട് മെയിൻലി ഇൻ ഹോംസ് ഓർ സ്മോൾ വർക്ക്ഷോപ്സ് ആൻഡ് വാസ് ഓൺലി പാർട്ട്ലി മെക്കനൈസ്ഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിൻലി ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിലായിരുന്നു ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഉള്ള ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരു കോമ്പറ്റീഷൻ വന്നത്. അവരിൽ പോലും ഒരു കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ആയിരിക്കും ആ ഒരു ഫൈറ്റ്, അല്ലെങ്കിൽ അവർക്കിടയിലുണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിൾ എത്രത്തോളമാണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. In those regions of Europe where the aristocracy still enjoyed power, the peasants struggled under the burden of feudal dues and obligations. The rise of food prices or a year of bad harvest led to the widespread pauperism in town and country. So എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഏകദേശം യൂറോപ്പിൽ നമുക്കറിയാം അരിസ്റ്റോക്രസീസ്, അതായത് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ക്ലാസ്, മുൻതൂക്കം നിന്നിരുന്ന സൊസൈറ്റിയിൽ മുൻതൂക്കം നിന്നിരുന്ന ആളുകളൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പെസൻസ് ഒക്കെ കൂടാതെ പെസൻസ്, അതായത് സാധാ കർഷകരൊക്കെ, അവരിൽ നമ്മൾ പറഞ്ഞു ആദ്യം സെൽഫ് ഡോമും അതുപോലെ തന്നെ ഫ്യൂഡൽ ഡ്യൂസൊക്കെ അവരിൽ ഇമ്പോസ് ചെയ്തിരുന്നു. അപ്പോൾ അതെടുത്ത് പിന്നെ എടുത്ത് കളഞ്ഞു, നെപ്പോളിയൻ കളഞ്ഞു. പിന്നെയും റീഗെയിനായിട്ട് വന്നു. പക്ഷേ ഈ സമയത്തൊക്കെ പെസൻസൊക്കെ ഇങ്ങനെ ഡ്യൂസും അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസൊക്കെ സഹിച്ചുകൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നു, അവർക്ക് ഏർണിങ്സും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഒരു ഫാമൈൻ ഉണ്ടായി, അതായത് ഒരു പട്ടിണി പരിവട്ടമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായി അവിടെ ആ സമയത്ത്. കാരണം ഒരു വിളവെടുപ്പ് പോലും മോശമായ പിന്നെ നമുക്കറിയാം പട്ടിണി പരിവട്ടമൊക്കെ ആയിരിക്കും മെയിനായിട്ടുള്ള അവസാനത്തെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് സ്പ്രെഡ് പാപ്പറിസം നമുക്കറിയാം, പാപ്പരാവെന്ന് കേട്ടിട്ടില്ലേ, അതായത് ഒക്കെ നശിച്ചു പോകും, നമ്മുടെ സമ്പാദ്യമൊക്കെ നശിച്ചു പോകുന്നതിനാണ് നമ്മൾ പാപ്പറിസം എന്ന് പറയുന്നത്. പാപ്പറിസമൊക്കെ അവിടെ ലീഡ് ചെയ്ത് നിന്നു. കാരണം അവിടെ ബാഡ് ഹാർവെസ്റ്റ് ആയിരുന്നു മെയിൻ കാരണം. പോപ്പുലേഷൻ കൂടി, റിസോഴ്സസ് കുറഞ്ഞു, ബാഡ് ഹാർവെസ്റ്റ്, അതുപോലെ തന്നെ ഒരുപാട് മെർച്ചൻസുകൾക്കിടയിലും അതുപോലെ തന്നെ ഒരുപാട് ഏരിയാസിലൊക്കെ കോമ്പറ്റീഷൻ വന്നപ്പോൾ ഏർണിങ്സ് കുറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഹാർവെസ്റ്റ് കുറഞ്ഞപ്പോൾ തന്നെ അവർക്കിടയിൽ ഫാമിൻ, അതായത് സ്റ്റാർവേഷൻ ഉണ്ടായി. പിന്നെ പാപ്പറിസമാണ് അവസാനത്തെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, സോ ദ ഇയർ 1848 വാസ് വൺ സച്ച് ഇയർ. അപ്പോൾ 1848 പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഇയർ ആയിരുന്നു. ഫുഡ് ഷോർട്ടേജസ് ആൻഡ് വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെൻറ്റ് ബോട്ട് ദ പോപ്പുലേഷൻ ഓഫ് പാരീസ് ഔട്ട് ഓൺ ദ റോഡ്സ്. ബാരിക്കേഡ്സ് വർ ഇറക്റ്റഡ് ആൻഡ് ലൂയിസ് ഫിലിപ്പ് വാസ് ഫോഴ്സ്ഡ് ടു ഫ്ലീ. അപ്പോൾ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ ലൂയിസ് ഫിലിപ്പ് ആയിരുന്നു, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു, ലൂയിസ് ഫിലിപ്പ് ആയിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ 1848 ഒക്കെ ആയപ്പോഴത്തിന് എന്ത് സംഭവിച്ചു, ഒരുപാട് ആൾക്കാർ തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നു.
അപ്പോൾ പിന്നെ ബാരിക്കേഡ്സ് കറക്റ്റ് ആക്കിപ്പെട്ടു. അതുപോലെ തന്നെ ലൂയിസ് ഫിലിപ്പ് അവസാനം എന്തായി, നാട് വിട്ട് പോകേണ്ടി വന്നു, ഫോഴ്സ് ടു ഫ്ലീ, അതായത് വേറെ അവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നു. സോ a National Assembly proclaimed a republic, granted suffrage to all adult males above 21 and guaranteed the right to work, and national workshops to provide the employment were set up. അപ്പോൾ ഇതിന് ആയിട്ടൊരു കുറച്ചൊരു റിലീഫ് ആകാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ അസംബ്ലി ഉണ്ടായി, ഒരു റിപ്പബ്ലിക് നാഷണൽ അസംബ്ലി ആയിരുന്നു. അത് എല്ലാവർക്കും എന്ത് കൊടുത്തു, സഫറേജ് കൊടുത്തു. സഫറേജ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സഫറേജ് എന്ന് പറയുമ്പോൾ വോട്ടവകാശത്തിനാണ് നമ്മൾ സഫറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 71 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ വോട്ടവകാശവും അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്തു, വർക്ക് കൊടുക്കാനുള്ള, അതായത് എംപ്ലോയി ആക്കാനും അവർ ഒരു നല്ലൊരു മുന്നേറ്റമായിരുന്നു ഈ റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരുപാട് നാഷണൽ വർക്ക്ഷോപ്സ് ഉണ്ടായി, എംപ്ലോയ്മെൻറ്റൊക്കെ സെറ്റായി, കുറേ പേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് മുൻതൂക്കം നിന്നു. So earlier in 1845, the weavers in the Silesia had led a revolt against the contractors who supplied them raw material and gave them orders for finished textiles but drastically reduced their payments. അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞപ്പോൾ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1845 നടന്ന ഒരു സംഭവമാണിത്. അതായത് സിലേസിയ എന്ന രാജ്യത്തുള്ള വീവേഴ്സൊക്കെ, അവിടുത്തെ തുന്നൽ വിദഗ്ധരൊക്കെ ഒരു റിവോൾട്ട് ഉണ്ടാക്കി, ആർക്ക്, അവരുടെ കോൺട്രാക്ടേഴ്സിനെതിരായിട്ട്. കാരണം അവർ ഒരുപാട് നല്ല റോ മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫിനിഷ്ഡ് ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കി. പക്ഷേ അവർക്ക് എന്തായിരുന്നു, അവരുടെ പേയ്മെൻറ്റ്സൊക്കെ അവർക്ക് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ജേർണലിസ്റ്റ് വിൽഹം വോൾഫ് എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ വില്ലേജിൽ, ഇൻ ദീസ് വില്ലേജ് ദ കോട്ടൺ വീവിങ് ഇസ് ദ മെയിൻ വൈഡ് സ്പ്രെഡ് ഓഫ് ഓക്കുപ്പേഷൻ. ഇവരിൽ കോട്ടൺ ആയിരുന്നു മെയിനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ജീവിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരിൽ കോൺട്രാക്ടേഴ്സൊക്കെ അവരെ അഡ്വാൻറ്റേജ് എടുത്തിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഗുഡ്സിൻ്റെ പ്രൈസ് കുറച്ച് കണ്ട് അവരിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു കോൺട്രാക്ടേഴ്സൊക്കെ. അത് ഏകദേശം ഒരു ജൂൺ 4 2 PM ആയ സമയത്ത്, ഈ ഒരു 1845 ഒരുപാട് വീവേഴ്സൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരുടെ വലിയ വലിയ മാൻഷൻസ്, മാളികളുടെ, അതായത് കോൺട്രാക്ടേഴ്സിൻ്റെ മാളികൾക്ക് മുന്നിൽ നിന്ന് സമരം ചെയ്തിട്ട് പക്ഷേ അതിൻ്റെ തിരിച്ച് പ്രതികാരമായിട്ട് അവരെന്ത് ചെയ്തു, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്തു. ദേ ആർ സ്കോൺ ആൻഡ് ത്രെഡ്സ് ഓൾട്ടർനേറ്റീവ്ലി. അവരെ പീഡിപ്പിക്കുകയും കൂടാതെ തന്നെ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്, ഈ കോൺട്രാക്ടേഴ്സ് തിരിച്ച്. പക്ഷേ ഫോളോയിങ് ദിസ് എ ഗ്രൂപ്പ് ഓഫ് ദം ഫോഴ്സ്ഡ് ദെയർ വേ ടു ഹൗസ്. പക്ഷേ ഇത് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്തു, ഈ റിവോൾട്ടിന് പോയ ആൾക്കാർ എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള വീടുകളിലേക്ക് ഇടിച്ച് കയറിയിട്ട് അവരുടെ വിൻഡോസും കാര്യങ്ങളൊക്കെ തകർത്തു. എന്നിട്ട് അതിന് ശേഷം അവരുടെ ആയിട്ടുള്ള സ്റ്റോർ ഹൗസിലൊക്കെ പോയിട്ട്, അവിടെയാണല്ലോ സ്റ്റോർ ഹൗസിലാണല്ലോ നമ്മുടെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിരുന്നത്. ആ സ്റ്റോർ ഹൗസിലൊക്കെ പോയിട്ട് ഓരോ ക്ലോത്ത്സൊക്കെ അവർ ചിന്നി എന്നൊക്കെ പറയില്ലേ, പിച്ചി ചിന്തി എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലാക്കി. എന്നിട്ട് ഈ കോൺട്രാക്ടറൊക്കെ എന്ത് ചെയ്തു, അവരുടെ ഫാമിലീനെ വിളിച്ചിട്ട് അവർ വേറെ രാജ്യത്തേക്ക്, അല്ലെങ്കിൽ വേറെ നൈബറിങ് വില്ലേജിലേക്ക് നാട് കടന്നു. പക്ഷേ ഈ നൈബറിങ് വില്ലേജിലെ ആൾക്കാർ പോലും അവർക്കൊരു ഷെൽട്ടർ കൊടുക്കാൻ തീരുമാനിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ എന്താ, ഇവർ ഇത്രയും ഉപദ്രവിച്ചുകൊണ്ട് അവരൊരിക്കലും അവർക്കൊരു ഷെൽട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ റിട്ടേൺ 24 hours ഹാവിങ് എ റിക്വസിഷൻ ദ ആർമി ഇൻ ദ എക്സ്ചേഞ്ച് ദാറ്റ് ഫോളോഡ് 11 വീവേഴ്സ് വർ ഷോട്ട്. അപ്പോൾ ഒരു ആർമീനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ 24 മണിക്കൂർ ശേഷം ഇവരൊരു തീരുമാനം പോലല്ല, ഒരു ആർമീനെ കൊണ്ടുവന്ന് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിരുന്നു മെയിൻ ഉദ്ദേശം ഈ കോൺട്രാക്ടേഴ്സ്. പക്ഷേ ആഫ്റ്റർ എഫക്റ്റായിട്ട് എന്ത് സംഭവിച്ചു, ഈ 11 പേര് ഷോട്ട് ചെയ്യപ്പെട്ടു, അങ്ങനെ കൊല ചെയ്യപ്പെട്ടാണ്. ഇങ്ങനൊരു കാര്യമാണ് നമ്മൾ ഈ വീവേഴ്സ് ഓഫ് സിലേസിയ എന്നുള്ള രാജ്യത്തുള്ള കാര്യത്തിന് അവരുടെ കോൺട്രാക്ടേഴ്സ് അവർക്കെതിരെ കാണിച്ച ക്രൂരതയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. സോ ദ തേർഡ് ടോപ്പിക് ഈസ് 1848 ദ റെവല്യൂഷൻ ഓഫ് ദ ലിബറൽസ്. അപ്പോൾ 1848 ലിബറൽസിൻ്റെ റെവല്യൂഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഈ പൂവറായിട്ടുള്ള വീവേഴ്സൊക്കെ വലിയ വലിയ ആൾക്കാർക്കെതിരെ റിവോൾട്ടൊക്കെ നടത്തി. അതിന് പാരലായിട്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവിംഗ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് ഇൻ മെനി യൂറോപ്യൻ കൺട്രീസ് ഇൻ ദ ഇയർ 1848 എ റെവല്യൂഷൻ ലെഡ് ബൈ ദ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സസ് വർ അണ്ടർ വേ. സോ മിഡിൽ ക്ലാസ്സസും ഇതുപോലെ തന്നെ ഒരു റെവല്യൂഷനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1848 തന്നെയായിരുന്നു. ഇവൻറ്റ്സ് ഓഫ് ഫെബ്രുവരി 1848 ഇൻ ഫ്രാൻസ് ഹാഡ് ബോട്ട് അബൌട്ട് ദി അബ്ഡിക്ഷൻ ഓഫ് ദി monarch and a republic based in universal male suffrage has been proclaimed. So monarchiൻ്റെ ഒരു ഭരണം മാറ്റിയിട്ട് റിപ്പബ്ലിക് വന്നിട്ട് മെയിൽ സഫ്രേജ്, അതായത് പുരുഷന്മാർക്കൊക്കെ വോട്ടവകാശം എന്നുള്ള ഒരു ക്ലെയിം കൊണ്ടുവന്നു. സോ ഇൻ അതർ പാർട്സ് ഓഫ് ദി യൂറോപ്പ് വേർ ഇൻഡിപെൻഡൻറ്റ് നാഷണൽ സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് യെറ്റ് എക്സിസ്റ്റ് സച്ച് ആസ് ജർമ്മനി, ഇറ്റലി, പോളണ്ട് ആൻഡ് ഓസ്ട്രോ-ഹംഗറിയൻ എംപയർ, ദ മെൻ ആൻഡ് വുമൺ ഓഫ് ദി ലിബറൽ ക്ലാസസ് കമ്പൈൻഡ് ദെയർ ഡിമാൻഡ്സ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണലിസം വിത്ത് നാഷണൽ യൂണിഫിക്കേഷൻ. അപ്പോൾ
അവിടെ എന്തായിരുന്നു, മെയിലിന് മാത്രമായിരുന്നു ഡോമിനൻസി, അല്ലെങ്കിൽ മെയിലിന് മാത്രമായിരുന്നു സഫ്രേജ് ഒക്കെ ഉണ്ടായിരുന്നത്. മെന്നും വുമനൊക്കെ എന്തുണ്ടായിരുന്നില്ല, സഫ്രേജ് ഉണ്ടായിരുന്നില്ല. അവരൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ യൂണിഫിക്കേഷന്, നാഷണൽ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ ഡിമാൻഡ് ചെയ്തു. They took advantage of growing popular unrest to push their demands for the creation of national state on parliamentary principles, a constitution, freedom of press and freedom of association. So അവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു നാഷണൽ സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ വേണം, അതായത് പാർലമെൻ്ററി പ്രിൻസിപ്പിൾസൊക്കെ ഒരു പുതിയൊരു നാഷണൽ സ്റ്റേറ്റ് വേണം. പിന്നെ അതിനകത്ത് കുറേ പാർലമെൻ്ററി പ്രിൻസിപ്പിൾസ്, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം അവർക്ക്. പിന്നെ ഫ്രീഡം ഓഫ് പ്രസ്, അവർക്ക് മീഡിയാസിലൂടെ എന്ത് നല്ല കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു റൈറ്റ് അല്ലെങ്കിൽ ഒരു പെർമിഷൻ. അതുപോലെ ഫ്രീഡം ഓഫ് അസോസിയേഷൻ, അവർക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും കൊടുക്കണം എന്നുള്ളൊരു ക്ലെയിം അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഈ വുമൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. Okay, in the German regions, a large of political association whose members were middle class professionals, businessmen and prosperous artisans came together in the city of Frankfurt and decided to vote for all German National Assembly. So എന്താണെന്ന് വെച്ചാൽ ഈ ജർമ്മൻ റീജിയൻസിലൊക്കെ ഒരുപാട് പൊളിറ്റിക്കൽ അസോസിയേഷൻസൊക്കെ, അതിൽ കൂടുതലും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പ്രൊഫഷണൽസും ബിസിനസ്മാനൊക്കെ ആയിരുന്നു. അവരെല്ലാവരും കൂടെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന സിറ്റിയിലെത്തിയിട്ട് അവിടെ ഉള്ള ജർമ്മൻ നാഷണൽ അസംബ്ലിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു. അപ്പം ഈ സംഭവത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓൺ 18 മെയ് 1848 ഏകദേശം 831 ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ ഇലക്ട് ചെയ്തു ഈ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റിൽ. അത് നടന്നത് ചർച്ച് ഓഫ് സെൻറ്റ് പോളിൽ ആണ് ഈ സംഭവം നടന്നുകൊണ്ടിരുന്നത്. അതായത് ഈ 831 പേര് ഇലക്ട് ചെയ്യപ്പെട്ടതും ആ വോട്ട് ചെയ്തതൊക്കെ സെൻറ്റ് പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചിലായിരുന്നു നടന്നിരുന്നത്. ദേ ഡ്രാഫ്റ്റഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ജർമ്മൻ നാഷൻ ടു ബി ഹെഡഡ് ബൈ എ മൊണാർക്കി സബ്ജക്ട് ടു എ പാർലമെൻറ്റ്. സോ ഇവരുടെ ഇതെന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വോട്ടിന് ശേഷം നടന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു മൊണാർക്കി റൂള്. ആ മൊണാർക്കി റൂള് അവിടുത്തെ ഒരു പാർലമെൻറ്റുമായി സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു, അതായത് കംപ്ലീറ്റ് മൊണാർക്കി അല്ല, എന്നാൽ കംപ്ലീറ്റ് ഡെമോക്രസി അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. പക്ഷേ എന്ത് സംഭവിച്ചു വെച്ചാൽ, when the deputies offered the crown on these terms to Frederick Wilhelm IV, King of Prussia, he rejected it and joined other monarchs to oppose the elected assembly. So ഈ ഇലക്റ്റഡ് അസംബ്ലിയിൽ അല്ലെങ്കിൽ ഈ ജർമ്മൻ നാഷണൽ അസംബ്ലീൻ്റെ നമ്മൾ പറഞ്ഞു മൊണാർക്കും അതുപോലെ തന്നെ മൊണാർക്കി പ്ലസ് ഡെമോക്രസി ആയിരുന്നു ഇവരുടെ മെയിൻ ഉദ്ദേശം. പക്ഷേ ഇത് നടന്നില്ല. ഈ ഫ്രെഡറിക് വിൽഹം നാലാമന് ഇത് ഇഷ്ടമായില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള മൊണാർക്സിനെയൊക്കെ കൂട്ടിയിട്ട് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. കാരണം ഇത് മൊണാർക്കി അല്ല, എന്നാൽ ഡെമോക്രസി അല്ല, അങ്ങനത്തേതാണ്. കാരണം അവർക്ക് അൾട്ടിമേറ്റ് പവർ എടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തത്. വൈൽ ദ ഒപ്പോസിഷൻ ഓഫ് ദ അരിസ്റ്റോക്രസി ആൻഡ് മിലിറ്ററി ബിക്കം സ്ട്രോങ്ങർ, ദ സോഷ്യൽ ബേസിസ് ഓഫ് പാർലമെൻറ്റ് ഇറോഡഡ്. സോ അരിസ്റ്റോക്രസിയും അതുപോലെ തന്നെ മിലിറ്ററി ആയിരുന്നു കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയത്. ഈ മൊണാർക്കിനെക്കാളും കുറച്ചും കൂടെ സ്ട്രോങ്ങർ അവരായിരുന്നു. പക്ഷേ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ അവസാനം എന്ത് ചെയ്തു, ഈ പാർലമെൻറ്റ് പിരിച്ചുവിടേണ്ടിയിരുന്നു, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഉണ്ടായില്ല, പിന്നെ ഫോം ചെയ്തില്ല. The parliament was dominated by the middle class men who resisted the demands of workers and artisans and consequently lost their support. In the end, troops were called in and the assembly was forced to disband. So ഈ പാർലമെൻറ്റ് പിന്നെ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇറോഡ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ പാർലമെൻറ്റിൽ മെയിനായിട്ട് ഡോമിനേറ്റ് കൊണ്ടിരുന്ന ആളുകൾ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് മെൻസ് ആയിരുന്നു. മിഡിൽ ക്ലാസ് മെൻസ് നമ്മൾ പറഞ്ഞു കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസും സ്കൂൾ ടീച്ചേഴ്സും ബിസിനസ്മെനൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർക്ക് എന്ന് പറയുന്നത് സാധാ ഒരു കോമൺ പീപ്പിൾസ് ആയിട്ടുള്ള ആർട്ടിസൻസും പെസൻസും വർക്കേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ലായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി അവർക്ക് സപ്പോർട്ടൊക്കെ പോയപ്പോൾ അവർക്ക് അവസാനം എന്ത് ചെയ്തു, ഈ ഒരു അസംബ്ലി പിരിച്ചുവിടേണ്ട അവസ്ഥ വന്നു. ഓക്കെ, ദ ഇഷ്യൂ ഓഫ് എക്സ്റ്റെൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ടു വുമൻ വാസ് എ കോൺട്രവേഴ്ഷ്യൽ വൺ വിത്തിൻ ദി liberal movement in which a large number of women had participated actively over the years. The women had formed their own political association, founded newspapers and taken part of political meetings and demonstrations. സോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളും വുമൻസ് എല്ലാ കാര്യത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തു എന്നൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സോഷ്യലായിട്ടുള്ള സഫറേജൊക്കെ ഡെനേ ചെയ്തിരുന്നു. അവർക്ക് അതിനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് വുമൻസൊക്കെ എന്ത് ചെയ്തു, കുറേ പൊളിറ്റിക്കൽ അസോസിയേഷൻസും അതുപോലെ തന്നെ അവർ കുറേ ന്യൂസ് പേപ്പേഴ്സ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ കുറേ പൊളിറ്റിക്കൽ മീറ്റിംഗ്സും ഡെമോൺസ്ട്രേഷൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡെസ്പൈറ്റ് ദിസ് ദേ വർ ഡെനീഡ് suffrage rights during the elected assembly. When the Frankfurt Parliament convened in the Church of St. Paul, women were admitted only as observers to stand in the visitors gallery. സോ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും അവർ സ്വന്തമായിട്ട് ന്യൂസ് പേപ്പേഴ്സ് ഫൗണ്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടാക്കി, പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ടേക്ക് പാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്താൽ പോലും തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നില്ല,
അവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ മറ്റേ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് നടന്നു, എവിടെ ഈ സെൻറ്റ് പോൾ എന്ന് പറഞ്ഞ ചർച്ചിൽ ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് നടന്നു. ഇവരിലൊക്കെ വുമൻസ് എന്തായിരുന്നു, അവർ സ്പെക്ടേറ്റേഴ്സ് ആയിരുന്നു, അവർ കാഴ്ചക്കാർ മാത്രമായിരുന്നു. Though the conservative forces were able to suppress liberal movements in 1848, they could not restore the odd order. So ഈ കൺസർവേറ്റീവ് ഫോഴ്സസ് ഒക്കെ ലിബറൽ മൂവ്മെൻറ്റ്സൊക്കെ സപ്രൈസ് ചെയ്തു. പക്ഷേ അവർക്ക് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി അവർക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം മൊണാർക്സ് വർ ബിഗിൻ ടു റിയലൈസ് ദാറ്റ് cycles of revolution and repression could only be ended by granting concession to the liberal, nationalist and revolutionaries. മൊണാർക്സിനെ ഒരു കാര്യം പിടിയിട്ട്, കാരണം അവർക്ക് പഴയൊരു കാലഘട്ടത്തിലേക്ക് ഇതിലേക്ക് പോകണ്ട എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ അവർക്ക് പിടുത്തം കിട്ടി. എന്താ വെച്ചാൽ ഈ റെവല്യൂഷനും അതുപോലെ തന്നെ ഈ റിപ്രഷനൊക്കെയാണ് അവരെ പിണക്കാൻ പാടില്ല, അവർക്ക് വേണ്ടതായിട്ടുള്ള കൺസെഷനൊക്കെ കൊടുക്കണം. അതായത് ലിബറൽ നാഷണലിസ്റ്റിന് റെവല്യൂഷണറീസിനൊക്കെ അവരുടേതായിട്ടുള്ള കൺസെഷനൊക്കെ കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ മൊണാർക്സിനൊക്കെ മനസ്സിലായി. ഹെൻസ് in the years of 1848, the autocratic monarchies of Central and Eastern Europe began to introduce the changes that had already taken place in the Western Europe before 1815. Thus, serfdom and bonded labor were abolished both in the Habsburg dominions and in the Russia. സോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പണ്ട് നമ്മൾ പറഞ്ഞു ഫ്യൂഡൽ നിയമങ്ങളും അതുപോലെ സെർഫ്ഡമും അതുപോലെ തന്നെ മൈനോറൽ ഡ്യൂസൊക്കെ ഇമ്പോസ് ചെയ്തിരുന്നു ഈ സാധാരണക്കാരിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ കാലഘട്ടത്തിൽ പിന്നെ മൊണാർക്കിനെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ലിബറൽ നാഷണലിസ്റ്റ് റെവല്യൂഷണറീസിനെ ഒന്ന് അവർക്ക് കൺസെഷൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഐഡിയ മൊണാർക്സിനൊക്കെ മനസ്സിലായിട്ട് അവരെന്ത് ചെയ്തു, പിന്നെയും ഈ സെർഫ്ഡമും ബോണ്ടഡ് ലേബറൊക്കെ അവർ അബോളിഷ് ചെയ്തു. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. സോ ഹാബ്സ്ബർഗ് റൂളേഴ്സ് ഗ്രാൻഡഡ് മോർ ഓട്ടോണമി ടു ദ ഹംഗേറിയൻസ് ഇൻ 1867. അപ്പോൾ ഹാബ്സ്ബർഗ് റൂളേഴ്സ് ഹംഗേറിയൻസിന് കുറച്ചും കൂടെ ഒരു അവകാശം കൊടുത്തു എന്നുള്ള രീതിയാണ് സംസാരിച്ചത്. സോ ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി എന്നുള്ള ടോപ്പിക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിൽ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പം വേറൊരു വീഡിയോ വരെ കൊണ്ടുവരുന്നേക്കും. ബൈ. Thank you everyone.